ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തിരക്കാണ് സലിം കുമാറിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി. ഒരുപക്ഷെ ഇതാദ്യമായൊക്കെ സലിം കുമാറിനെ കാണാൻ എത്തുന്നവർ അക്കൂട്ടത്തിലുണ്ടാകാം, നാട്ടുകാരുണ്ടാകാം, മറ്റിടങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ആളുകളുണ്ടാകാം. സലിം കുമാറിനെ അവസാനമായി കാണുക. സലിം കുമാർ എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകുമെന്നതാണ്. ഓരോ ദിവസവും അദ്ദേഹം താൻ ആരായിരുന്നു, തൻ്റെ കഥാപാത്രങ്ങൾ എന്തായിരുന്നു എന്നത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മീമുകളിലൂടെയും ട്രോളുകളിലൂടെയും സ്റ്റിക്കറുകളിലൂടെയും ഒക്കെ എന്നത് നമുക്കറിയാം. അത് എക്കാലവും ഉണ്ടാകും എന്നൊരു പ്രത്യേകത കൂടി ബാക്കി വെച്ചാണ് ഈ കലാകാരൻ നമ്മോട് വിടചൊല്ലി മടങ്ങുന്നത്. പ്രജൻ, 1 മണിക്ക് തന്നെ അവിടെ നിന്ന് മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകുമെന്ന രീതിയിൽ തന്നെയല്ലേ ക്രമീകരണങ്ങൾ? ആ രീതിയിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ. പക്ഷേ ആ സമയവും കടന്നു പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ അരമണിക്കൂർ നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു ജനപ്രവാഹം അത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അണമുറിയാതെ ഇങ്ങനെ ഈ ഹാളിനകത്തേക്ക് കടന്നെത്തുകയാണ് ഈ നാട്ടുകാർ. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ ഇതിനോടൊപ്പം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം സലിം കുമാറിനെ, പ്രിയപ്പെട്ട സലീമിനെ അവസാനമായി നോക്കി കണ്ട് മടങ്ങുകയാണ്. ഈ ടൗൺ ഹാളിൽ ഒരുപാട് തവണ വന്നുപോയ പരിപാടികളിൽ പങ്കെടുത്ത സലിം കുമാർ അവസാനമായി യാത്രാമൊഴിയാകാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് അടമുറിയാത്ത പ്രവാഹമായി ഈ നാട്ടുകാരെല്ലാം വരുന്നത്. നേരത്തെ അനുജ പറഞ്ഞതുപോലെ സലിം കുമാറിനെ നടനായി മാത്രമല്ല പല രീതിയിൽ അടയാളപ്പെടുത്തുന്ന ഒരുപാട് പേർ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സലീം കുമാറിൻ്റെ സഹപാഠികളുണ്ട്, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് 56 വയസ്സിലുള്ള ഈ വിയോഗം അത് താങ്ങാൻ കഴിയുന്നതല്ല. സലീം കുമാറിനൊപ്പം കോളേജിലും സ്കൂളിലും സീനിയേഴ്സായി പഠിച്ച ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രായം ഇത്രയാണ്. സലീം കുമാറിൻ്റെ 56 മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ വിയോഗം അതുകൊണ്ട് തന്നെ അത്രമേൽ ദുഃഖമുണ്ടാക്കുന്നതാണ്. മനസ്സിൽ ആ ദുഃഖഭാരം അങ്ങനെ കെട്ടിക്കിടക്കുകയാണ് എന്ന് പ്രതികരിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. പിന്നെ നടനായി മാത്രമല്ലാതെ ഇപ്പോൾ കർഷകനായ സലിം കുമാറിനെ അറിയുന്ന ഒരുപാട് പേരെ കണ്ടു. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ പൊക്കാളി കൃഷി എന്ന് പറയുന്ന ഒരു കൃഷി രീതിയെ ഇത്രമേൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരാൾ ഈ കൊച്ചിയിലുണ്ടോ എന്ന് സംശയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 15 ഏക്കർ സ്ഥലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കൃഷിയിടം, അവിടെ നിരന്തരം അദ്ദേഹം പൊക്കാളി കൃഷി ചെയ്തു വന്നിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രചാരത്തിന് വേണ്ടി, അതിൻ്റെ ആ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നടക്കം സഹായങ്ങൾ തേടിയിട്ടുണ്ടായിരുന്ന ഒരു സലീം കുമാറിനെ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം 2025 ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹം ഒരു 10-35 പൊക്കാളി കൃഷി എന്നത് നമുക്കറിയാം. അവിടെ നെൽകൃഷിയും ഒപ്പം തന്നെ മത്സ്യവും ഇടകലർന്ന് പോകുന്നൊരു കൃഷി സമ്പ്രദായമാണ് പൊക്കാളി കൃഷി. അതുകൊണ്ട് പൊക്കാളി കൃഷിയുടെ ഒരു പ്രചാരകൻ എന്ന രീതിയിൽ തന്നെ സലീം കുമാറിനെ പലരും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഒരു 10-35 ഈ കരിമീൻ കുഞ്ഞുങ്ങളെ അദ്ദേഹം വളർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഒരു വർഷം 1.5 വർഷം മുൻപ്. പക്ഷേ സമയമായപ്പോഴത്തേക്കും പുറത്തുനിന്നെത്തി ഒരുപാട് പേർ വന്ന് ഇതിനെല്ലാം പിടിച്ചുകൊണ്ടുപോയി എന്ന് വളരെ സങ്കടത്തോടു കൂടി ഒരു പൊതുവേദിയിൽ, അതും അന്നത്തെ കൃഷിമന്ത്രി പി പ്രസാദ് ആ വേദിയിലുള്ള സമയത്താണ് സലീം കുമാർ ആ കാര്യം സൂചിപ്പിച്ചത്. അങ്ങനെ കൃഷിയെയും കാർഷിക വൃത്തിയെയും ഒക്കെ തൻ്റെ ദിനചര്യയായി കൊണ്ടു നടന്ന ഒരാൾ കൂടിയാണ് സലീം കുമാർ. ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ രീതിയിൽ, അതായത് പ്രകൃതിയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് കൃഷി. അത് തൻ്റെ കുടുംബത്തിൽ അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട ആരുമില്ലെങ്കിലും ഞാൻ എങ്ങനെയോ അതുമായി അങ്ങനെ ഇഴുകിച്ചേർന്ന് പോയതാണ്. അത് ഏതോ പ്രായത്തിൽ തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്ക് ഈ പറയുന്നത് സൗഭാഗ്യങ്ങളെല്ലാം വന്നപ്പോൾ, ചിരിയിലൂടെ സിനിമയിലൂടെ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടിയപ്പോൾ ആ വരുമാനത്തിൻ്റെ ഒരു വലിയ ഭാഗം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നെനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് കൃഷിയിലേക്ക് ഞാൻ തിരിഞ്ഞത്. മാത്രമല്ല ഈ കൃഷി രീതി നമ്മുടെ നാട്ടിന് അത്രയും അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ സഹായമൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സലീം കുമാറിനെ ഓർത്തെടുക്കുന്ന പലരെയും ഇവിടെ കണ്ടു. അതിനു മുൻപേ സ്കൂളിൽ പഠിക്കുന്ന സമയം, അതിനുശേഷം കോളേജിൽ മഹാരാജാസിലേക്ക് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം മിമിക്രി കലാകാരനായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായി മിമിക്രി മത്സരത്തിൽ 1ാം സമ്മാനം നേടുന്ന സലീം കുമാർ. ആ സലീം കുമാറിനെ ഓർത്തെടുക്കുന്ന ഒരുപാട് കോളേജ് മേറ്റ്സിനെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ആ സമയത്ത് സുഹൃത്ബലത്തിൽ വന്ന ദിലീപും അതോടൊപ്പം തന്നെ നാദിർഷയും ഒക്കെ പിന്നീട് സിനിമാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായി മാറുന്ന കാഴ്ചയും കണ്ടു. ഒരുപക്ഷെ സിനിമയിലേക്കുള്ള വരവ് പോലും അങ്ങനെ നാദിർഷയുടെ കൈപിടിച്ചുകൊണ്ടാണ് ഇഷ്ടമാണ് 100 വട്ടം സിനിമയിലേക്ക് സലീം കുമാർ വരുന്നത്. അങ്ങനെ പല രീതിയിൽ സലീം കുമാറിനെ ഓർത്തെടുക്കുന്ന ഒരുപാട് പേര് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഡെപ്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരുപാട് പേര്, സിനിമാ പ്രവർത്തകരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും 1 മണി 1:30 മാക്സിമം 1:30 എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതോടുകൂടി ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അന്ത്യകർമ്മങ്ങളും സംസ്കാരവും വീട്ടുവളപ്പിലാണ് നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന രുച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.